السلام عليكم ورحمة الله. الحمد لله رب العالمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സഹോദരന്മാരെ, നമ്മുടെ മക്കയിലെ മറ്റൊരു ദിവസം കൂടി വളരെ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് സൗകര്യം ചെയ്തു തന്നിരിക്കുന്നു. അൽഹംദുലില്ലാ. മക്കയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. മക്കയിൽ ഒരുപാട് മഹാ അത്ഭുതങ്ങളുണ്ട്, ആയത്തുകളുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ അത്ഭുതങ്ങളെക്കുറിച്ചും ആയത്തുകളെക്കുറിച്ചും നാം അറിയണം. അതിനെക്കുറിച്ച് ആവർത്തിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണം. അതിലേറ്റവും വലിയ അത്ഭുതം മക്കയിൽ കഅബയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാത് മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനാ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, അതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ അത്ഭുതം. ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ബെയ്ത്ത്, അതുള്ളത് ലല്ലദീ ബക്ക, മക്കയിലാണ്. ഈ ആയത്തുകൾ സൂറത്തു ആലി ഇംറാനിലെ ആയത്തുകളാണ്. ഇതിന് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, നമസ്കാരങ്ങളിലൊക്കെ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ ചിന്ത പോകേണ്ട കാര്യങ്ങൾ, എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു ബെയ്ത്ത്, ഒരു കഅബ ഈ മക്കയിൽ നിർമ്മിച്ചത്? മുബാറക്കൻ, അത് മുബാറക്കാണ്. മുബാറക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബർക്കത്തുള്ളതല്ലേ? എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഭാഷക്കോ ചിന്തക്കോ അപ്പുറത്തുള്ള വർധനവാണ് ബർക്കത്ത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, എനിക്കെൻ്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകണം, മക്കളിൽ ബർക്കത്തുണ്ടാകണം, എൻ്റെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകണം എന്നൊക്കെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? സത്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള ഒരു വർധനവാണ്. അതാണ് ബർക്കത്ത്. ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ ശമ്പളം ഉണ്ടാവുള്ളൂ, പക്ഷെ അവർ വളരെ സുഖമായിട്ട് ജീവിക്കേണ്ടത് മാത്രമല്ല, അതിനപ്പുറം അവരെടുത്ത് ചിലപ്പം ബാക്കിയുണ്ടാവും കീശയിൽ. നമ്മളെന്നെ വിചാരിക്കും, എങ്ങനെയാണ് ഈ മനുഷ്യന്മാർ ജീവിക്കുന്നത് അല്ലേ? അപ്പം നമ്മളിവിടെ ഹറമിലിങ്ങനെ വന്നിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പാവങ്ങളായ ആൾക്കാരെ കണ്ടത് ആഫ്രിക്കൻസിനായിരിക്കും. ഡ്രസ്സൊക്കെ കണ്ടില്ല ആൾ, അവരെ ഭക്ഷണം എല്ലാവരും അത്ഭുതമാണ്. ആഴ്ചയിൽ ഒരു ഭക്ഷണമൊക്കെ അവർക്ക് വേണ്ടതുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ, ആഴ്ചയിലൊരു ഭക്ഷണം. ഞാനൊരു ആഫ്രിക്കക്കാരൻ്റെ കൂടെ ജീവിച്ചിരുന്നു കുറേ കാലം, ഇവിടെ പഠിച്ചിരുന്ന കാലത്ത്. ബുർക്കിനോ ഫാസോ എന്ന് പറഞ്ഞ നാട്ടിലെ ഒരുത്തിൻ്റെ കൂടെ. അവരാഴ്ചയിൽ ഒരിക്കലേ ഭക്ഷണം കഴിക്കും, വെള്ളിയാഴ്ച മാത്രം. പിന്നെ വല്ല ചായയൊക്കെ ഇങ്ങനെ കാച്ചി കുടിക്കും, ബസ്. നമുക്ക് അത്ഭുതം തോന്നും സത്യത്തിൽ. എന്താ മതി അവർക്ക്? എല്ലാ വിഷയത്തിലും അത് മതി. നമുക്കൊക്കെ എത്ര ഡ്രസ്സുണ്ട് വീട്ടിൽ ആലോചിച്ചൊക്കെ. ഇങ്ങനെ തൂക്കിയിട്ട് കുറേ അല്ലേ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കണത്, അല്ലെങ്കിൽ സീസണിൽ മാത്രം ഉപയോഗിക്കാനുള്ളത്. ഈ ആളുകളുടെ ഡ്രസ്സൊക്കെ നോക്കി തന്നെയാണ്, അവർ മതി, അതിൽ സംതൃപ്തരാണ്. മക്കയുടെ കഅബയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബർക്കത്താണ്. പലതരം ബർക്കത്തുകളുണ്ട്. അത് ഏറ്റവും വലിയ ബർക്കത്ത്, ഇവിടെ വന്നാൽ നമുക്ക് നന്മ ചെയ്യാൻ ഇങ്ങനെ പ്രേരണ ഉണ്ടാവും അല്ലേ? നന്മ ചെയ്യാനുള്ളൊരു പ്രേരണ ഇങ്ങനെ വരും. മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ്. പക്ഷെ ഇവിടെ വന്നാൽ നേരെ അങ്ങോട്ട് മാറുകയാണ്. ചെയ്യുന്ന നന്മകൾക്ക് തന്നെ എത്രയാണ് പറഞ്ഞത്? അവിടെ പോയി ചെയ്താൽ ഇനി ബർക്കത്ത് വേറെന്താ? അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ ധാരധാരയായി ഇറങ്ങും. ഏറ്റവും വലിയ റഹ്മത്ത് ഖുർആനല്ലേ?
അല്ലേ? വബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന് പറയും. ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ്? ഖുർആന. ഏറ്റവും വലിയ റഹ്മത്ത് എന്താ? ഖുർആന. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അൽഹംദുലില്ലാഹ് തുടങ്ങുന്ന ആയത്തുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞു. ഇവിടെ കിതാബ് ഉണ്ടാവും. ഭയങ്കര റഹ്മത്ത്. അതിറങ്ങിയത് എവിടെ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ തന്നെ പേരെന്താ? ജബലുൻ നൂർ എന്ന് നമ്മൾ ഇന്നലെ കണ്ടത്. ജബലുൻ നൂർ. ഭയങ്കര റഹ്മത്താണ്, ബർക്കത്താണ് ഇവിടെ. അതാണ് ബർക്കത്ത്. ഏറ്റവും വലിയ ബർക്കത്തുകൾ നമ്മൾ എണ്ണിയാൽ തീരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബർക്കത്തുണ്ട്. മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഏറ്റവും വലിയ ബർക്കത്താണ്. ഹജ്ജ് ചെയ്താൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ ആയി മാറുന്നു എന്നത് എന്താണ്? ഏറ്റവും വലിയ ബർക്കത്ത്. അതിലുള്ള ഇബാദത്ത് മറ്റു സ്ഥലങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് പ്രതിഫലമുള്ളതാണ്. ഏത് ഇബാദത്തും, സലാത്തായാലും സദഖയായാലും സൗമായാലും ഒക്കെ എന്ത് ചെയ്താലും, തസ്ബീഹായാലും ഖുർആൻ ഓതായാലും സുബ്ഹാനല്ലാഹ് ബർക്കത്താണ്, നിറച്ച് ബർക്കത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞ ബർക്കത്തുകൾ തന്നെ ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരില്ല. ഏത് രാജ്യത്ത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണല്ലോ, ഏത് പ്രദേശത്തുണ്ടാകുന്ന സാധനങ്ങളും എവിടെ ലഭിക്കണം? മക്കയിൽ ലഭിക്കണം. സീസണില്ല മക്കയിൽ, ഏത് സീസണിലും ഏത് സാധനവും കിട്ടും. സുബ്ഹാനല്ലാഹ് ബർക്കത്താണ്. അതാണ് കഅബയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ആ ബർക്കത്താണ്. ഇതിൻ്റെ ചുറ്റുഭാഗവും ബർക്കത്താണ്. മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ. വഹുദൻ ലിൽ ആലമീൻ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഹുദയാണ് ഇവിടെ. ഇവിടെ വന്നാൽ ആളുകൾക്ക് ഹുദ കിട്ടണം. അത് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹുദ, പ്രകാശം കിട്ടുന്ന കുറേ പ്രകാശ ഗോപുരങ്ങളുണ്ട് ഈ മക്കയിൽ, ഈ കഅബയിൽ. നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ടാവും. കഅബയിൽ അങ്ങനെ ചെന്ന് നോക്കിയിരിക്കാൻ തന്നെ നമുക്കൊരു സുഖമല്ലേ. നമുക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇപ്പം എന്താണ് മത്താഫിലേക്ക് പോകാൻ, കഅബ ഇങ്ങനെ ചെന്ന് നോക്കിയിരിക്കാൻ. വൈകുന്നേരമൊക്കെ ഒരു അസർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ രസമാണ് കാഴ്ച, ഭയങ്കര അല്ലേ. അതെന്താ? കണ്ണിന് ബർക്കത്താണ്, നമ്മുടെ ഹൃദയത്തിന് ബർക്കത്താണ്. അവിടെ നമുക്ക് ഹുദങ്ങനെ നമ്മൾ കാണും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്. അതുകൊണ്ടാണ് ഹുദൽ ലിൽ ആലമീൻ. ഒരു സ്ഥലത്തുള്ള ആൾക്കാരല്ലല്ലോ. നമ്മളിങ്ങനെ സഫിൽ നോക്കിയതിൻ്റെ എത്ര ഇനം, എത്ര ജാതി ആളുകൾ. സുബ്ഹാനല്ലാഹ്. അതാണ് ഈ മക്ക എന്ന് പറഞ്ഞാൽ. ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ഇനി ആയത്തിങ്ങനെ ഇമാം ഓതുന്നത് കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മളെ ഉള്ളിൽ വരണം. ഫീഹി ആയാത്തുൻ ബയ്യിനാത്ത്. അള്ളാഹ്ക്ക് പറഞ്ഞിട്ട് മതിയാണില്ല. ഫീഹി ആയാത്തുൻ ബയ്യിനാത്ത്. ആ ബൈത്തിൻ്റെ ഉള്ളിലേക്കാണ് കിടന്നാൽ ഒരുപാട് തരം ആയത്തുകൾ. അതേ പറഞ്ഞ ഒന്നല്ല, ആയാത്തുൻ ആയത്തിൻ്റെ ബഹുവചനമാണ്. ആയാത്തുൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, അത്ഭുതങ്ങൾ, ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യം. ബയ്യിനാത്തുൻ അതൊക്കെ വ്യക്തമായ സംഗതികളാണ്. എന്തൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിൻ്റെ ഉള്ളിൽ കിടന്നാൽ എന്തൊക്കെ അള്ളാഹു എണ്ണി പറഞ്ഞ കുറേ ഉണ്ട്. മഖാമു ഇബ്രാഹീം, മഖാമു ഇബ്രാഹീം ഭയങ്കര അത്ഭുതമല്ലേ. നമ്മൾ കഅബയുടെ നിർമ്മാണത്തിലേക്ക് ചെന്നാൽ, കഅബയുടെ അതിൻ്റെ ആദ്യത്തിലേക്ക് ചെന്നാൽ നമ്മൾ ആ മഖാമിൻ്റെ സവിശേഷത നമുക്ക് ഇങ്ങനെ കാണും. മഖാമു ഇബ്രാഹീം, സംസം അതിൻ്റെ ഉള്ളിൽ കടന്നാൽ നിങ്ങൾ ആലോചിച്ചു, അതിൻ്റെ ഉള്ളിലായിരുന്നു സംസം, മാഉ സംസം. എന്താ മാഉ സംസം? മാഉ സംസം ലിമാ ശുരിബ ലഹു. എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അതിനു വേണ്ടിയുള്ളതാണ് സംസം. അതിൻ്റെ എല്ലാം അത്ഭുതം നമ്മൾ മനസ്സിലാക്കിയാണല്ലോ. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അതിൻ്റെ അകത്തുള്ള ബർക്കത്ത് ഭയങ്കരമാണ് ഓരോന്നും. വൻ ആയാത്തും ബയ്യിന മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിന. ഇത് ഇപ്പം നമുക്ക് അത്ര ഒരു വമൻ ദഖലഹു കാന, അവിടേക്ക് ഒരാൾ പ്രവേശിച്ചാൽ നിർഭയനായി. ഇപ്പം നമുക്കിതിലൊരു പുതുമ തോന്നൂല. മുമ്പ് ഇത് ഭയങ്കര സംഭവമായിരുന്നു. കാരണം ഇടി വരുന്നു. കാര്യമായ പരിപാടി ഇവർക്ക് അതായിരുന്നു. അറബികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവർ ഇങ്ങനെ ഒരു അരപ്പട്ട കെട്ടും,
അതിലൊരു വാള് വെക്കാൻ പ്രത്യേകിച്ചൊരു സ്ഥലം ഉണ്ടാവും. പണ്ടൊക്കെ നമ്മളെ വയസ്സായ ആളുകൾക്ക് കത്തി വെക്കാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ വാപ്പൊക്കെ ആ അതേമാതിരി ഒരു സാധനം. എന്നിട്ട് ഇതും വെച്ച് ഇത് കെട്ടിയാണ് ഇറങ്ങുക. രാവിലെ തിരിച്ചു വരുമ്പം ഭാര്യ എടുത്ത് നോക്കണത് ഇതത്രേ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഭാര്യ എടുത്ത് നോക്കുകയാണ് ഈ വാളിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ തുമ്പ നോക്കുക. എന്തിനാ അറിയോ? രക്തത്തിൻ്റെ കറ ഉണ്ടോ നോക്കുക. ആരെങ്കിലും ഇയാൾ അതുകൊണ്ട് കുത്തിയിട്ടില്ലെങ്കിൽ ഇവൻ ആണല്ല എന്നാണ് ആ പെണ്ണിൻ്റെ വിചാരം. അങ്ങനത്തെ ഒരു കാലമായിരുന്നു ഇവിടെ. നമ്മൾ ആലോചിച്ചപ്പോൾ അതിൻ്റെ ഒരു ആ അവസ്ഥ. ഒമൻ ദഖലഹു കാന ആമിന. ആ കാലത്താണ് ഇത് പറയണത്. ഇങ്ങോട്ട് ആരെയും വന്നാൽ പിന്നെ എന്തില്ല, കിടക്കാൻ പോയി. ഞാൻ ഹർബുൽ ഫുദൂൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഹർബുൽ ഫുദൂൽ വിശദീകരിച്ചു തന്നു. ഇവിടെ ആർക്കും നിർഭയത്വമായിരുന്നു. ഇവിടെ ആരെയും ഒന്നും ചെയ്യാൻ പാടില്ല. ഏത് കാലത്ത്? ജാഹിലിയ കാലത്ത് മുതൽ അത് നിലവിൽ വന്നു. അതങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. ഇതാണ് സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും ബർക്കത്തിൻ്റെ അവസ്ഥ. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞൊരു ബെയ്ത്തുണ്ട് ആകാശലോകത്ത്. അവിടെ തവാഫ് ചെയ്യുന്നത് മലക്കുകളാണ്. അതേപോലെയാണ് കഅബ, ഒരു വ്യത്യാസമില്ല. ഇവിടെ തവാഫ് ചെയ്യുന്നതോ മനുഷ്യന്മാരാണ്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതമല്ലേ? അങ്ങോട്ട് പോയാൽ ഇനി ഭയങ്കര അത്ഭുതം. അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്, വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംന. സൂറത്ത് ബഖറയിൽ കാണാം. വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംന. എന്താ മസാബത്ത് എന്ന് പറഞ്ഞാൽ? ആ ബൈത്തിനെ നാം നിങ്ങൾക്ക് മസാബത്താക്കി തന്നു. ഭയങ്കര അത്ഭുതമുള്ളൊരു പദമാണ് മസാബത്ത് എന്ന്. മസാബത്ത് എന്ന് പറഞ്ഞാൽ തസൂബു ഇലൈഹി നുഫൂസഹും. മനുഷ്യരുടെ ഹൃദയം അങ്ങോട്ട് ഇങ്ങനെ കൊതിക്കുക. എത്ര വന്നാലും എത്ര പോയാലും എത്ര ചെന്നാലും മതി വരില്ല. അതാണ് മസാബത്ത് എന്ന് പറഞ്ഞാൽ. ഭയങ്കര ആഗ്രഹം. പുതിയവരുണ്ടോ കണ്ടിട്ട്? മതിയാകുണ്ടോ? ഇനി വരാൻ ആഗ്രഹമല്ലേ? ഇപ്പോഴും നമ്മൾ എന്നും പ്രാർത്ഥിക്കണം എന്ത്? സുബ്ഹാനല്ലാഹ്, ഇനിയും ഇവിടെ വരാൻ കഴിയണേ. എല്ലാവരും അങ്ങനെ, എല്ലാ മനുഷ്യരും. ഒരാളുമില്ല മക്കത്തേക്ക് വീണ്ടും വരണേ എന്ന് പ്രാർത്ഥിക്കാത്ത, ആഗ്രഹിക്കാത്ത, കൊതിക്കാത്ത. അതാണ് മസാബത്ത് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വേറൊരു സ്ഥലമുണ്ടോ? 2 പ്രാവശ്യം പോയാൽ പിന്നെ നമ്മൾ പോകും. നമ്മളെന്താ പറയുക? ഞാൻ പല പ്രാവശ്യം കണ്ടതാണ്, ഇന്നില്ല എന്ന് പറയും. ഇവിടെ വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസ് വഅംന. അവിടെയും പറഞ്ഞു അംന. ഇതൊക്കെ മഹാ അത്ഭുതമാണ് സഹോദരന്മാരെ. ഇതാണ് ശരിക്ക് ഈ മക്കയിലെ കഅബ എന്ന മഹാ അത്ഭുതം. ഇനി നിങ്ങൾ മനസ്സിലായിക്കൂടി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഈ കഅബയെ നിശ്ചയിച്ചതിനൊരു രഹസ്യമുണ്ട്. ഇതൊക്കെ അതിൽ പെട്ടതാണ്. പക്ഷേ അതിഗൗരവമുള്ള ഒരു രഹസ്യമുണ്ട്. ഈ രഹസ്യം നമ്മൾ അറിഞ്ഞാലേ ശരിക്കും നമുക്ക് ആ കഅബയെ സ്നേഹിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെന്ന് വെക്കുക, ഭയങ്കര ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട് നല്ല എന്ന് വെക്കുക അല്ലേ? നമുക്ക് അയാളെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല, എപ്പോഴും കാണാൻ ആഗ്രഹം ഉണ്ടാവും. ചില ആളുകൾ അങ്ങനെയല്ലേ? നമുക്ക് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കാണാൻ ആഗ്രഹമുള്ള ഒരാൾ വന്നില്ലേ? ആരാകട്ടെ? സത്യത്തിൽ വിശ്വാസികളായ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുണ്ടാകേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ് അല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടുണ്ടാണ്ട്? അള്ളാഹുവിനോടാണ്. നമ്മളെല്ലാ ദിവസവും ചോദിക്കണം അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ സ്നേഹത്തെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക്. നബിയുടെ ചോദ്യമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, ഞാൻ നിന്നോട് ഇതിൻ്റെ സ്നേഹത്തെ ചോദിക്കും. സ്നേഹം ചോദിക്കും. അള്ളാഹിൻ്റെ സ്നേഹം കിട്ടണം. നമ്മളെപ്പറ്റി അങ്ങനെ പറഞ്ഞു, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരെയും അല്ലാത്തതിനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? നമ്മളിൽ തന്നെയാണ്. എന്നാൽ അള്ളാഹ് പറയാണ് നമ്മൾ ആരാകണം? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികളായി ആരായിരിക്കണം? അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹുവിനോട് ഏറ്റവും ഹുബ്ബുള്ളവരായിരിക്കും. നമ്മളതിലുണ്ടോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം.
സ്നേഹിക്കുമ്പോൾ നമുക്ക് കാണാനുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് വരും. സ്നേഹിക്കാത്തതുകൊണ്ടാണ് എന്ത് വരാത്തത്? കാണാൻ ആഗ്രഹം വരാത്തത്. ആണോ? അല്ലേ? സ്നേഹിച്ചു നോക്കി, കാണാൻ ഭയങ്കര പൂതിയായിരിക്കും. സ്നേഹമില്ലെങ്കിലോ കാണാൻ പൂതി ഉണ്ടാവില്ല. ഇത് സാധാരണ ഒരു തത്വമാണ്. മനുഷ്യൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ സൃഷ്ടിച്ച ഒരു സംഗതിയാണ്. അള്ളാഹു പറയുന്നു വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. പക്ഷേ നമുക്ക് ഭൂമിയിൽ നിന്ന് അള്ളാഹിനെ കാണാൻ കഴിയുമോ? കാണാൻ കഴിയും? ഇല്ല. നമ്മൾ പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണും. വജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. റബ്ബിലേക്ക് നമ്മൾ കാണും, നോക്കും, റബ്ബിനെ കാണും. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ റസൂലിനോട് സാഹിബ് ചോദിക്കുകയാണ്, ഞങ്ങൾ റബ്ബിനെ കാണുമോ? നബി ഇങ്ങനെ 14-ാം രാവിലെ ആ ചോദ്യം നബി ആകാശത്തേക്ക് ചൂണ്ടി ചോദിച്ചു, ആ ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് വല്ല തടസ്സമുണ്ടോ? മരുഭൂമിയിൽ ആണല്ലോ വർത്താനം. ഒരു തടസ്സമില്ല. എന്നാൽ അതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ കാണും. സുബ്ഹാനല്ലാഹ്. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. അള്ളാഹു ഭാഗ്യം നമുക്ക് നൽകട്ടെ. ഭയങ്കരമാണ്. ലദ്ദത്തുൻ നളർ എന്ന ഒരു സുഖത്തെക്കുറിച്ച് റസൂൽ വിശദീകരിക്കുന്നുണ്ട്. കാണുക എന്നൊരു സുഖമുണ്ട്. ഉണ്ടല്ലേ? ചില സാധനമൊക്കെ കാണുമ്പോൾ നമുക്ക് സുഖമല്ലേ? അതാണ് ലദ്ദത്തുൻ നളർ. നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ സുഖം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നളരി ഇലാ വജ്ഹിക്. റസൂൽ പ്രാർത്ഥിച്ച അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നളരി ഇലാ വജ്ഹിക്. നിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുള്ള സുഖം എനിക്ക് കിട്ടണം. അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നളരി ഇലാ. എന്താ നോക്കിയാൽ കിട്ടുക? വുജൂഹുൻ യൗമഇദിൻ നാദിറ. പിന്നീട് നമ്മളെ മുഖം വെട്ടിത്തിളങ്ങി പ്രകാശിക്കുന്ന ഖുർആൻ പറഞ്ഞു. പക്ഷേ നമുക്ക് അള്ളാഹുവിനെ കാണാൻ ഭൂമിയിൽ പറ്റൂല. അപ്പം അതിന് പകരം അള്ളാഹു തന്നതാണ് കഅബ. അതുകൊണ്ടാണ് അത് മസാബത്തായി. നമുക്ക് എന്താണ് ചെല്ലാൻ ആഗ്രഹം? നിങ്ങൾ ആലോചിക്കൂ. ഇനി ഈ സ്നേഹമെങ്ങാണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഭൂമിയിലുള്ള എല്ലാറ്റിനേക്കാളും നമ്മൾ ആരെ സ്നേഹിക്കണം? അത് വാക്കല്ലേ ശരിക്ക്? ഫീലിംഗ് അല്ലല്ലോ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വാക്കില്ല, ഫീലിങ്സേ ഉള്ളൂ. വാക്കില്ല, ഫീലിങ്സേ ഉള്ളൂ. ഇബാദത്തുകളൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറിഞ്ഞ ഇബാദത്തായല്ലോ അല്ലേ? നിസ്കരിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമല്ലേ? ആ ഓത്ത് കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണില്ലേ? എന്താ പറയണത്? കിട്ടും, കുറച്ച് കഴിയുമ്പോൾ കിട്ടും. ഫീലിംഗാണ്. ആ ഫീലിങ്സ് നമുക്കുണ്ടാകും. നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മൾ കുട്ടികളോട് ചോദിക്കും, നിനക്ക് ആരെ ഇഷ്ടം? ഉമ്മനെയാണോ ഉപ്പനാണോ? ചെറിയ കുട്ടീനോട് ചോദിക്കുന്നുണ്ട്. എന്തിനാ? നമ്മളെ ആഗ്രഹം, ഉപ്പൻ്റെ ആഗ്രഹം എന്താ? കുട്ടി പറയണ എന്ത്? ഉപ്പനാണ് ഇഷ്ടം. ഉമ്മൻ്റെ ആഗ്രഹം എന്താ? ഉമ്മനാണ് ഇഷ്ടം എന്ന് പറയും. അള്ളാഹിൻ്റെ ആഗ്രഹം എന്താ? യാ സലാം. അള്ളാഹുവിൻ്റെ ആഗ്രഹം എന്താ? നമ്മൾ പറയണം, അള്ളാഹുവേ എനിക്ക് നിന്നെ കാണാനാണ് ഇഷ്ടം, നിന്നെ കാണാനാണ് ഇഷ്ടം. അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമുണ്ടായാൽ അള്ളാഹു നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടും. റസൂൽ തന്നെ വാക്കാ. അത് കാണാനുള്ള അവസരം നമുക്ക് ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച് തന്ന സ്ഥലമാണ് കഅബ. അപ്പോൾ എന്തിനാ കഅബ? മനസ്സിലായോ? എന്തിനാ കഅബ? അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇതിങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു, ഇസ്തംതിഉ ബിഹാദിഹിൽ കഅബ. ഇസ്തംതിഉ ബിഹാദിഹിൽ കഅബ. ഇസ്തംതഅ ഒരു വല്ലാത്ത വാക്കാണ്. ഇസ്തംതഅ എന്ന് പറഞ്ഞാൽ ഒരു സാധനം കൊണ്ട് സുഖം അനുഭവിക്കുന്നതിനാണ് എന്ത് പറയുക? ഇസ്തംതഅ. മതാ എന്ന് കേട്ടിട്ടില്ലേ? മതാ? നമ്മൾ സാധാരണ നിക്കാഹ് ഖുതുബയിൽ ഒരു ഹദീസ് കേൾക്കല്ലേ, അദ്ദുനിയ മതാ വഖൈറു മതാഇ ദുനിയ അൽ മർഅതു അസ്സാലിഹ. ദുനിയാവ് മതാഅണ്. ദുനിയാവിൽ ഏറ്റവും നല്ല മതാഅതാ
പുരുഷന്മാരോട് പറഞ്ഞത് അൽ മർഅത്തു സാലിഹ അല്ലേ, നല്ല ഒരു പെണ്ണാണ്. മത്തായ വിശദീകരിക്കാൻ എന്താ മത്തായ എന്ന് മനസ്സിലാക്കുക. പെണ്ണിനുങ്ങൾ എങ്ങനെയൊക്കെ സുഖിക്കും പെണ്ണിനെ കൊണ്ട് ആണുങ്ങൾ പെണ്ണിനെ കൊണ്ട് എങ്ങനെയൊക്കെ സുഖിക്കും, പെണ്ണുങ്ങൾ ആണുങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെ സുഖിക്കും. ഇസ്തംത, ആ പദാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചത്. ഇസ്തംതിഉ ബിഹാദിഹിൽ കഅബ, ഈ കഅബ കൊണ്ട് നിങ്ങൾ എന്തുണ്ടാക്കണം? സുഖിക്കണം, എൻജോയ് ചെയ്യണം. ഞാൻ എൻ്റെ ആദ്യം മുതലേ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇബാദത്തുകൾ ആസ്വാദനമാണ്, എന്തല്ല ഭാരമല്ല. ഇവിടുന്ന് നമുക്ക് അള്ളാഹ് നൽകിയ അനുഗ്രഹം എത്ര വലുതാങ്ങൾ ആലോചിച്ചു. ഒരു 10 മിനിറ്റ് നമ്മൾ നടന്നാൽ എവിടെത്തും? കാബയിലെത്തും. എന്ന് വരെ? അടുത്ത 21-ാം തീയതി വരെ ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞുണ്ടോ? ഇല്ല. 10 മിനിറ്റ് നടന്നാൽ കാബയിലെത്തും. കാബയിലെത്തിയാൽ എന്ത് കിട്ടും? ഇസ്തിംതാ കിട്ടും. ഒരു സുഖം കിട്ടുന്നൊരു സ്ഥലത്ത് നിങ്ങൾ എത്ര വട്ടം പോവും? അവിടുന്ന് എത്രമാത്രം സുഖം കിട്ടുന്നോ അത്രമാത്രം പോയിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ ഈ പറഞ്ഞതൊക്കെ വെച്ച് നിങ്ങൾ ഇന്നൊന്ന് ഹറമിലേക്ക് ചെന്ന് നോക്ക്. ഇസ്തംതിഉ ബിഹാദിഹിൽ കഅബ. സുബ്ഹാനല്ലാഹ്, ഇതാണ് മക്കയുടെ പ്രത്യേകത. ഒന്നാമത്തെ മക്കയുടെ പ്രത്യേകത കഅബയാണ്. ഇത് പറഞ്ഞാൽ തീരൂല, ഇതൊരുപാട് ദിവസം പറയേണ്ട സംഗതിയാണ്. കഅബ നമ്മൾ കണ്ടല്ലോ അല്ലേ എല്ലാവരും അല്ലേ? ഇനി നിങ്ങൾ കഅബ കാണുമ്പോൾ ഒരു വേറെ വികാരം ഉണ്ടാകും, വേറൊന്നുണ്ടാകും. ഇനി കഅബ കാണുമ്പോൾ അള്ളാഹിനെ ഇങ്ങനെ കാണും. സുബ്ഹാനല്ലാഹ്, നമ്മളെ ഉള്ളിൽ എത്ര സ്നേഹമുണ്ടോ അള്ളാഹിനോട് അത്രമാത്രം ആ കാഴ്ച നമുക്ക് മനോഹരമായിരിക്കും. അത്രമാത്രം ആ കാഴ്ച മനോഹരമായിരിക്കും. നിങ്ങൾ ഈ ആഫ്രിക്കൻ സ്ത്രീകളെ കണ്ടിട്ടില്ലേ? പുരുഷന്മാരോട് ചോദിക്കണം, കണ്ടില്ലേ കറുത്ത പെണ്ണുങ്ങൾ? നമ്മുടെ വീക്ഷണത്തിൽ എന്തില്ല? ഒരു ചൊറുക്കുമില്ല അല്ലേ? ഇല്ലല്ലോ, ഒരു ചൊറുക്കുമില്ല. പക്ഷേ അവരെന്തായിരിക്കും അനുഭവിക്കുന്നത്? അവർ ഭയങ്കര ചൊറുക്കാണ്. നമുക്ക് കറുപ്പെന്തല്ല? ചൊറുക്കല്ല. നമ്മുടെ ചൊറുക്കൻ്റെ അടിസ്ഥാനം എന്താ? കളറാ. അതുകൊണ്ടാണ് അവർക്ക് അത് ചൊറുക്കാണ്. അവിടെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ ആ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം. സ്നേഹമാണ് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്നേഹം തോന്നിയാൽ ആകർഷണീയത തോന്നും കഅബയോട്, അങ്ങോട്ട് എത്താനും അള്ളാഹുവിനെ കാണാനും കണ്ടുമുട്ടാനും ഒക്കെ. ഇതാണ് സത്യത്തിൽ കഅബ ഭൂമിയിൽ ഉണ്ടാകുന്നതിൻ്റെ, അള്ളാഹു ഭൂമിയിൽ കഅബയെ ഉണ്ടാക്കിയതിൻ്റെ രഹസ്യം അതാണ് മസാബത്ത് എന്ന് പറഞ്ഞാൽ. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വ അംന. മസാബത്തൻ, ആ പദങ്ങൾ മറക്കരുത്. ഇനി നിങ്ങൾ പുറകെ കേൾക്കും നിസ്കാരത്തിൽ ഇമാം ഇങ്ങനെ ഓതും ഇത് വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വ അംന. അപ്പോൾ ശരിക്കും നമ്മളതിങ്ങനെ അനുഭവിക്കണം. കഅബകൾ കണ്ടില്ലേ ഇതിൻ്റെ രൂപം അല്ലേ? ഒന്നും കൂടി അവിടെ ചെന്ന് നിന്ന് നോക്കിയല്ലേ കഅബൻ്റെ രൂപം. ഭയങ്കര 15 മീറ്റർ ഉയരമുണ്ട് കഅബക്ക്. കഅബ ഇങ്ങനെ നോക്കി നിന്നാലേ 15 മീറ്റർ ഉയരം. അതിൻ്റെ ഉയരം അതാണ്. അതിനൊരു മേൽപ്പുരുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണല്ലോ കഅബ ഉണ്ടാക്കിയത് അല്ലേ? അന്നതിന് മേൽപ്പുരല്ല. പിന്നീടാണ് ഖുറൈശികളുടെ കാലത്താണ് മേൽപ്പുര വന്നത്. അതിൻ്റെ ഓരോ ഭാഗത്തും ഓരോ തരം അളവാണ്. മുൽത്തസിമിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ കഅബയുടെ ആ വാതിലുള്ള ഭാഗം ഉണ്ടല്ലോ. മുൽത്തസിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എന്താണ്? ഏതാ? ഹജറുൽ അസ്വദിൻ്റെയും കഅബയുടെ വാതിലിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിൻ്റെ പേരാണെന്ത്? മുൽത്തസിം. മുൽത്തസിം പേര് കിട്ടാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ നെഞ്ച് അവിടെ ചേർത്തി വെച്ച് ദുആ ചെയ്യണം. ഇൽത്തിസാം എന്ന് പറഞ്ഞാൽ, ഇൽത്തസമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേർത്തി വെച്ചു. എപ്പോഴെങ്കിലും അവസരം കിട്ടുമെന്ന് നോക്കണം മുൽത്തസിമിലെത്താൻ. ആ മുൽത്തസിമുള്ള ഭാഗം അല്ലെങ്കിൽ കഅബയുടെ വാതിലുള്ള ഭാഗം 12.84 മീറ്ററാണ് അതിൻ്റെ നീളം. ഞാനിതിൻ്റെ നീളം വീതിയൊക്കെ വെറുതെ പറയണ, നിങ്ങൾ ഓർത്ത് വെക്കൊന്നും വേണ്ട. വെറുതെ പറയാന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് പറയാന്നുള്ളതല്ല, അങ്ങനെ ഓർത്ത് വെക്കൊന്നും വേണ്ട. പക്ഷേ ഞാൻ മുഴുവൻ ഇങ്ങനെ നമുക്കൊരു സാധനം ഇങ്ങനെ നമുക്കൊരു സാധനത്തിൻ്റെ ഭംഗി എന്താ ശരിക്ക്? അതിൻ്റെ ഫിനിഷിങ് അല്ലേ?
അതല്ലേ ഭംഗി. ചില സാധനം നമ്മൾ നോക്കിയിരിക്കൂലേ അതിൻ്റെ ഫിനിഷിംഗ് കൊണ്ട്. അപ്പം അതുങ്ങൾ മനസ്സിലാക്കാൻ പോകും. ഹിജർ ഉള്ള ഭാഗം, ഹിജർ എന്ന് പറഞ്ഞാൽ ആളുകൾ ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന ഭാഗം. ഹിജർ ഇസ്മായിൽ അല്ല, ഹിജറാണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. ഹിജറാണ് ആ ഭാഗം. 11.28 മീറ്ററാണ് ആ ഭാഗം. 11.28 മീറ്റർ. പിന്നെ അടുത്ത ഭാഗം ഏതാ? റുക്കുനുൽ യമാനിയുടെയും അതുപോലെ ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലുള്ള ഭാഗം. അത് 12.11 മീറ്ററാണ്. 12 മീറ്ററും 11 സെൻറ്റിമീറ്ററും നടത്താം. 12.11 മീറ്ററാണ്. മനസ്സിലായില്ലേ? പിന്നെ റുക്കുനു ഷാമിൻ, റുക്കുനുൽ ഇറാഖ്, അതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള ആ സ്ഥലം, അല്ല റുക്കുനുൽ ഇറാഖിൻ്റെയും റുക്കുനുൽ യമാനിയുടെയും ഇടയിലുള്ള ആ ദൂരം, അത് 11.52 മീറ്ററാണ്. ഇതാണ് കാബ എന്ന് പറഞ്ഞത്. 11.52 മീറ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാബ ശരിക്കും നീളമായി, ഉയരമായി, പിന്നെ ഞാൻ ചുറ്റുഭാഗമായി, അല്ലേ? ആയില്ലേ? ഇനി ആ ഇതുണ്ടല്ലോ, അതിൻ്റെ ബേസ്മെൻറ്റ് എന്നല്ലേ പറയാൻ, അത് ഏകദേശം 80 സെൻറ്റിമീറ്റർ. ഇതാണ് കാബ. കാബയുടെ വാതിൽ ഏകദേശം അതിൻ്റെ നീളം 2.22 മീറ്ററാണ്. 2.22 222 സെൻറ്റിമീറ്റർ. എളുപ്പമാണ്, 222 222 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ വീതി ഉള്ളത് 171 സെൻറ്റിമീറ്ററാണ്. 1.71 171 സെൻറ്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ കാബൻ്റെ വാതിൽ ഇപ്പം നമ്മൾ കാണുന്ന മുകളിലാണല്ലോ, അല്ലേ? ഇബ്രാഹിം നബി ഉണ്ടാക്കിയപ്പോൾ മുകളിലല്ല, ഈ കുറേശികൾ മാറ്റിയതാണ്. അവരിഷ്ടപ്പെട്ടവർക്ക് മാത്രം കയറ്റാൻ വേണ്ടി അങ്ങനെ ആക്കിയ. അത് ഭൂമിയിൽ നിന്ന് ഇതേ ദൂരമാണ്. എത്ര? ഇതിൻ്റെ കാബയുടെ വാതിലിൻ്റെ നീളം എത്രയാണോ അത്രയും ആണ് ഇവർ എന്താക്കി പൊക്കി വെച്ചത്. അപ്പോൾ 222 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് ആരുള്ളത്? കാബയുടെ വാതിലുള്ളത്. ഇതാണ് കാബ എന്ന് പറഞ്ഞത്. ഏകദേശം ആയല്ലോ. പക്ഷെ ഇതൊന്നല്ല നമ്മളെ വിഷയം. നമ്മുടെ വിഷയം ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇതിൻ്റെ രഹസ്യം നമ്മൾ അറിയണം. എന്തിനാണ് കാബ നമുക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് നമുക്ക് ആ രീതിയിൽ ആ കാബയെ കാണാൻ സാധിക്കും. ആ രീതിയിൽ ആ കാബയെ, ആ ബെയ്ത്താണ്, അൽ ബെയ്ത്താണ്. അൽ ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ ആരുടെ ബെയ്ത്താണ്? ബെയ്ത്തുല്ലാഹ്. അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോകണേ. അള്ളാഹുവിൻ്റെ വീട്ടിൽ ആരുണ്ടാവും? അള്ളാഹ് ഉണ്ടാവും. ഉണ്ടാവും എന്നല്ല, ഉണ്ട് എന്നാ. അതുകൊണ്ട് നമ്മൾ ഓടി പോകണം അങ്ങോട്ട്. സുബ്ഹാനല്ലാഹ്, ബെയ്ത്തുല്ലാഹ്. അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചത് എന്താ? ദുയൂഫു ബെയ്ത്തില്ല. അള്ളാഹുവിൻ്റെ വീട്ടിലെ വിരുന്നുകാരാണ് നമ്മൾ, അല്ലേ? സുബ്ഹാനല്ലാഹ്. എത്ര മനോഹരമാണ് നിങ്ങൾ ആലോചിച്ച് പോയി സംഗതികൾ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഈ രീതിയിൽ കാബയെ കണ്ടാൽ നമ്മൾ കാബേൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോരില്ല. വരുമോ? ഇപ്പം തോന്നണല്ലേ ഇനിയാണ് ചെല്ലാൻ, പോകാൻ, കാണാൻ, ആഗ്രഹിക്കാൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ആ കാബയെ മസാബത്താക്കി നമുക്കൊക്കെ മാറ്റി തരുമാറാകട്ടെ. ആ പദങ്ങൾ ശരിക്ക് ഇനി എപ്പോഴും ഉള്ളിൽ വേണം. മസാബത്ത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ നിന്നാണ് ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ആ പദം ഭയങ്കരമാണ്. അത് മാത്രമല്ല, അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഇനി നമ്മുടെ ഉള്ളിൽ വരേണ്ട ഒരു ചിത്രം, അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഇന്ന് ലേശം വൈകിയില്ലേ? 10 മിനിറ്റ് എന്നുള്ളത് അധികം. അതും കൂടി പറയാം. ആ രംഗം എന്താണ് വെച്ചിരിക്കുന്നതിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം കുറേ കാലം കഴിഞ്ഞിട്ട് കാണാൻ വരിക ഇസ്മായിൽ നബി. അപ്പോൾ ഇസ്മായിലാണെന്ന്, നബിയല്ല. ഇസ്മായിൽ ഇപ്പോൾ കാബ ഉള്ള സംസമുള്ള സ്ഥലം, അതിൻ്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ അമ്പും വില്ലും ശരിയാക്കണം. അപ്പോഴാണ് വാപ്പനെ കാണുന്നത്. വാപ്പനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു. വാപ്പ പറഞ്ഞു, മോനെ ഞാൻ വന്നത്, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അംഗീകരിക്കുമെന്ന് ചോദിക്കാം. അതെ, എന്താ? അതോ അത് ആ കാണുന്ന മണ്ണിൻ്റെ കൂനേതാ? ഒരു കൂന, മണ്ണിൻ്റെ കൂന. അങ്ങനെ കൂന പറഞ്ഞാൽ മനസ്സിലായി?
കാണിച്ചു കൊടുത്തു. അതവിടെ അവിടെ ഒരു ബെയ്ത്ത് ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കല്ലോ ചോദിച്ചു, നീ എന്നെ സഹായിക്കുമോ? അങ്ങനെയാണ് കാബണ്ണാണ്. നിങ്ങൾ ആലോചിച്ച് പോയിട്ട് ഇനി അത് രസമല്ല. അതല്ല, ഈ മണലിലാണ് എന്തുണ്ടാക്കണത്? കൂനുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് 4 പില്ലറാ, 4 മൂലയാണല്ലോ ഉള്ളത്. 4 പില്ലർ, 4 തൂണാണ് ആദ്യം ഉണ്ടാക്കി. മനസ്സിലായില്ലേ? ഈ തൂണുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഇസ്മായിൽ നബി കല്ലിങ്ങനെ കൊണ്ടുവരും, ഇബ്രാഹിം നബി ഇങ്ങനെ എടുക്കും. മനസ്സിലായില്ലേ? ആ സമയത്ത് അവർ ചൊല്ലിയ ഒരു പ്രാർത്ഥന ധാരാളമായിട്ട് നമ്മൾ കേൾക്കും. ഇത് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ. ഖവാഇദ് എന്ന് പറഞ്ഞാൽ തൂണാണ്. ഖവാഇദ മിനൽ ബെയ്ത്തി, ബെയ്ത്തിൻ്റെ തൂണുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഇത് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബെയ്ത്തി വ ഇസ്മായിൽ, രണ്ടാളും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇത് ശരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാകും. എന്ത് ചെയ്യുമ്പോഴും നമ്മളെ മുന്നിൽ വരേണ്ട ചിത്രം ഇതായിരിക്കും. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആരും സഹായിക്കാനില്ലാതെ സ്വന്തം പണിയെടുക്കുക. സ്വന്തം ആരെയും കൂലി കൊടുക്കുമോ? ഹെൽപ്പിന് ആരുണ്ടോ? സിമൻറ്റ് കൊണ്ടുവരണോ മണ്ണ് കൊണ്ടുവരണോ ആരുണ്ടോ? ആരുമില്ല. സ്വന്തം ചെയ്യും. എന്നിട്ടും ദുആ ചെയ്യണം. എന്ത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉ, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക. എന്താണ് ആ വാക്കുകൾ ആലോചിച്ചു? റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങളെ രണ്ടാളെയും മുസ്ലിമാക്കണേ. മുസ്ലിമല്ലേ അവർ? അല്ലാഹുവേ, നീ എന്ത് വാക്ക് പറഞ്ഞാലും അത് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാക്കണേ ഞങ്ങളെ രണ്ടാളെയും. റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ വമിൻ ദുർരിയ്യതി ഉമ്മതൻ മുസ്ലിമതൻ ലക്, ഞങ്ങളുടെ ദുർരിയ്യത്ത് സന്താന പരമ്പരയിൽ നിന്ന് ഒരു ഉമ്മത്തുൻ മുസ്ലിമത്തിനെ ഉണ്ടാക്കണേ. എന്താ പ്രാർത്ഥന? നമ്മളിതുവരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നല്ല വിദ്യാഭ്യാസം കൊടുക്കണേ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും നമ്മളെ മക്കൾക്ക്. ദുർരിയ്യതി ഉമ്മത്ത് വഅരിനാ മനാസികനാ, ഞങ്ങളിതാ ബെയ്ത്ത് ഉണ്ടാക്കുകയാണ്. ഈ ബെയ്ത്ത് ഉണ്ടാക്കിയാൽ എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അറിയോ? അറിയില്ല. വഅരിനാ മനാസികന, ഞങ്ങൾക്ക് എന്താണ് മനാസിക്ക് എന്ന് കാണിച്ചു തരണമേ. മനാസിക്ക് അറിയാലല്ലേ? മൻസക്ക്, മനാസിക്, മനാസിക്കുൽ ഹജ്ജ് എന്നൊക്കെ പറയില്ലേ? ഹജ്ജിൻ്റെ ബുക്കല്ല, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ. നമ്മളിപ്പോൾ ആ ബുക്കിനാണ് മനാസിക്ക് എന്ന് പറയുന്നത്. വഅരിനാ മനാസികന വതുബ് അലൈനാ. സുബ്ഹാന, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വതുബ് അലൈനാ, തൗബ സ്വീകരിക്കാൻ പറയാം. എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടാവോ? ഈ കുട്ടി, ആ ചെറിയ കുട്ടി എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും? ഇസ്മായിൽ അലൈഹിസ്സലാം ഒന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ പറയാം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബ് അർ-റഹീം. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചോദിക്കണം. ഇന്നക അൻതത് തവ്വാബുർ റഹീം. അള്ളാഹുവേ, നീ തവ്വാബാണ്, നീ റഹീമാണ്. നമ്മളാലോചിച്ച് നോക്കൂ, ഇനി മാറ്റം വരണം നമുക്ക്. നമ്മളിനി അവിടെ ചെല്ലുമ്പോഴല്ല, എന്ത് അമല് ചെയ്യുമ്പോഴും ഈ ചിത്രം നമ്മുടെ ഉള്ളിലിങ്ങനെ വരണം. ഞാൻ ഈ പറഞ്ഞ ചിത്രമല്ലേ, ഇബ്രാഹിം നബി ഇങ്ങനെ വരുന്നു, ഇസ്മായിൽ ഒരു അമ്പുമ്മ കളിച്ചുകൊണ്ടിരിക്കണു. അപ്പോൾ ഇത് പറയുന്നു, രണ്ടാളും കൂടി ആ മണ്ണിൻ്റെ കൂനയൊക്കെ മാറ്റി കല്ല് കൊണ്ടെന്ന് കൊടുത്തുയർത്തുന്നു. അപ്പോഴും പറയണം എന്ത്? റബ്ബന. നമ്മൾ വിചാരിക്കണേ നമ്മളൊരുപാട് പൈസയൊക്കെ ചിലവാക്കിക്കണം, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഭയങ്കര സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ ഇത്ര ടോയ്ലറ്റ് ഉണ്ട്, ഇത്ര ബെഡ്റൂമുണ്ട്, ഇത്ര സൗകര്യത്തിലാണ്. ഇതൊക്കെ അല്ലേ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന വികാരം. ഇതൊക്കെ മാറിയിട്ട് നമ്മൾ മുസ്ലിമാകണം. അതാണ് എന്ത്? വജഅൽനാ മുസ്ലിമൈനി ലക. അള്ളാഹു മുസ്ലിമാണോ എന്ന് അവസാനം വരെ പരിശോധിക്കൂട്ടോ. അവസാനം വരെ പരിശോധിക്കും. ശരിക്കും കരുതിക്കോളി, പിടിച്ചു കൊൽക്കും. ഭയങ്കരമായിട്ട് പരിശോധിക്കും. പ്രത്യേകിച്ച് മക്കയിൽ ചിലപ്പോൾ പിടിച്ചു കൊൽക്കും. ആരും വിചാരിക്കേണ്ട അവിടെ ഭയങ്കര സുഖമായിരിക്കും. നെവർ. അത് നിങ്ങൾ എവിടെ പോയി താമസിച്ചാലും, ഏത് ഗ്രൂപ്പിൽ ഹജ്ജിന് വന്നാലും എന്തായാലും വറക്കും.
എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി ഇന്നലെ മരിച്ചു. 12 വയസ്സായ ഒരു കുട്ടിയാണ്. ആക്സിഡൻ്റാണ്. വേറെ ആൾക്കാരുടെ കൂടെ പോകുമ്പം വണ്ടിയിൽ പോകുമ്പോൾ ആക്സിഡൻ്റ് ആയി. അള്ളാഹുവിൻ്റെ മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കട്ടെ. ആ കുട്ടിയുടെ ഉമ്മ ഹജ്ജിന് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആലോചിച്ചൊക്കെ എൻ്റെ ബാക്കി ഞാൻ നല്ല രാത്രി ആ ഉമ്മനെ കാണാൻ പോയി. എന്തായിരിക്കും ആ ഉമ്മൻ്റെ അവസ്ഥ ഞങ്ങൾ ആലോചിച്ചൊക്കെ. കുട്ടീൻ്റെ ബോഡി ഉള്ളത് ഒരു മോർച്ചറിയിലാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലാണ് ബോഡി ഉള്ളത്. എന്തായിരിക്കും ആ ഉമ്മൻ്റെ അവസ്ഥ? പിടിച്ചു കുലുക്കുമല്ല. ഞാനിങ്ങനെ ആലോചിച്ച് അവിടെ ഇരുന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഹജ്ജ് സ്വീകരിച്ചു ഉറപ്പാണ്, 100%. കാരണം കുലുക്കിയില്ലേ, ഇതിലപ്പുറം വലിയ കുലുക്കലുണ്ട്, ഭയങ്കര കുലുക്കല്ലേ. അപ്പോൾ അവരെന്നോട് പറയാം, തായിഫിലേക്ക് പോയിരുന്നു. നമ്മൾ പോയിരുന്ന മാതിരി ഇന്നലെ തായിഫ് പോയിട്ട് തായിഫിൽ നിന്ന് മസ്ജിദ് ഇബ്നു അബ്ബാസിൽ പോയില്ലേ, അവിടുന്ന് വണ്ടി കയറിയിരിക്കുമ്പോൾ ഇവരുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇവരുടെ ആ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ ഒരു മെസ്സേജ് ആദ്യം കേൾക്കണത് വരാം. ആദ്യം കേൾക്കുക എന്ത്, ഇന്ന സ്ഥലത്ത് ആക്സിഡൻ്റ് ഉണ്ടായി, നമ്മുടെ ഇന്ന ആൾ മരിച്ചു. എന്തായിരിക്കും ഞാനിങ്ങനെ ആലോചിച്ചത്. ആ കേൾക്കലൊക്കെ ഒരു ഷോക്കാണ്, അള്ളാഹുവിൻ്റെ ടെസ്റ്റാണ്. ഞാൻ ചോദിച്ചു എന്താ തോന്നി, എന്താ തോന്നണത്? അവിടെ കരയാം. നോക്കുക എന്താ തോന്നണ്ട നമുക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു കുലുക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ പറയാം റദീന. നമ്മൾ തായിഫിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥന, റസൂലുള്ളാഹിൻ്റെ പ്രാർത്ഥന പറഞ്ഞില്ലേ. റസൂൽ എന്താ പറഞ്ഞേ? അള്ളാഹു എനിക്കൊരു ചുക്കില്ല, ഒരു ചുക്കില്ല. എന്തുണ്ടാകരുത്? നിൻ്റെ കോപം എനിക്കുണ്ടാകരുത്, നിൻ്റെ തൃപ്തി എനിക്ക്. അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിനെ നമ്മൾ തൃപ്തിപ്പെട്ട അള്ളാഹു തൃപ്തിപ്പെടും. അള്ളാഹുവിനെ നമ്മൾ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്ന എന്തും തൃപ്തിപ്പെടണം, എന്തും. അതിന് പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾ വേർതിരിക്കണ്ട, അതൊന്നും പാടില്ല. പാടുണ്ടോ? ഉണ്ടോ? ആസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങളുടെ വീക്ഷണത്തിൽ നിങ്ങൾക്ക് പറ്റൂല എന്ന് തോന്നുന്നത് അതായിരിക്കും, അതിലായിരിക്കും ഖൈർ, അല്ലേ? തിരിച്ചും അസ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ടതായിരിക്കും നിങ്ങൾക്ക് എന്ത് ആണോ, അല്ലേ? പറയണ്ടല്ലോ ഞാൻ. ആർക്കാണ് അതറിയാം? വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. വല്ലാഹു യഅലം, ആർക്കേ അറിയൂ? വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. ചിലപ്പോൾ അള്ള കുലുക്കും, പക്ഷെ ആരും കുലുങ്ങരുത്. അള്ള നോക്കണേ നമ്മൾ കുലുങ്ങുണ്ടോന്ന്. നമ്മൾ പറയണം റദീന ബില്ലാഹി റബ്ബൻ, റദീതു ബില്ലാഹി റബ്ബൻ, റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യൻ. അള്ളാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അള്ളാഹു മഖ്ബൂലായ മബ്രൂറായ ഹജ്ജ് നിർവഹിച്ച് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങാനുള്ള മഹാസൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. കുടുംബത്തിലോ സമ്പത്തിലോ ഏർപ്പാടിലോ യാതൊരു തരത്തിലുള്ള മോശമായ മാറ്റവുമില്ലാതെ, ഒരു മോശമായ മാറ്റവുമില്ലാതെ സന്തോഷത്തോടെ അവയിലേക്കൊക്കെ തിരിച്ചെത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.